നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ടും ആളെ മനസ്സിലായില്ലെന്ന് പറയുമ്പോ എന്നെ ആ കുട്ടിയും പിടിച്ച് കാറിൽ കയറ്റുമ്പോ അവര് 4-5 പേരുണ്ടായിരുന്നു. എല്ലാരും മുഖംമൂടി ധരിച്ചിരുന്നതുകൊണ്ട് ആളെ വ്യക്തമായില്ല. കാറിൽ വെച്ച് തന്നെ ഞങ്ങളുടെ മുഖം അവര് മൂടിക്കെട്ടുകയും ചെയ്തു. ഡയാന പറഞ്ഞ അടയാളം വെച്ച് കടത്തിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരുന്ന ഫാക്ടറി ഞാൻ കണ്ടുപിടിച്ചു. ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കൂട്ടിക്കിടക്കുന്ന ഒരു ഇൻഡസ്ട്രീസ് ആയിരുന്നു. അതിന്റെ ഓണറെ എനിക്കറിയാം. പക്ഷെ അയാൾ സംഭവം അറിയുന്നത് TV-യിൽ ന്യൂസ് വന്നതിന് ശേഷമാണെന്നാ അയാൾ പറയുന്നത്. ആ ഏതായാലും തലനാരഴക്കാണ് ഡയാന രക്ഷപ്പെട്ടത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചെങ്കിൽ ഡയാനയെയും അവർ വകവരുത്തിയേനെ. കൊല്ലാനുള്ള ആളെ എത്തും മുമ്പേ ഞാൻ രക്ഷപ്പെട്ടതുകൊണ്ടാ ഇപ്പോഴും ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അയാള് 2 പേരെയും അവിടെ വെച്ച് തന്നെ തീർത്തേനെ. ഇതിന്റെ പിന്നിൽ ആരായാലും അത് കണ്ടെത്തുന്നതിൽ സംശയമൊന്നുമില്ല. സർക്കാരിന് പോലും നാണക്കേടുണ്ടാക്കിയ കേസാണിത്. പട്ടാപ്പകൽ 2 സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോവുക, അതിലൊരാളെ കൊന്നുകളയുക. പ്രതിപക്ഷം ഇത് നന്നായി പ്രയോഗിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ആരായാലും അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന്. സാർ 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 എന്തിനാണോ ഇങ്ങനെ ഇവിടെ വിളിച്ചു പോകുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാ പോരെ? സാർ അത് യാറിന് തെരിഞ്ഞു പോച്ചു സാർ. ആരെന്നാ മനസ്സിലായത്? അത് തന്നെ നമ്മ ഡയന മാഡത്തെ കടത്തിക്കൊണ്ടു പോയത് യാറിന് തെരിഞ്ഞു പോച്ച്. ആരാടോ അവൻ? ആരാ അത് ചെയ്തെന്ന്? ആ റോസ്കൽ ആരാണെന്ന്? മാഡത്തിനെ കടത്തിക്കൊണ്ടു പോയത് വേറെ ആരുമില്ല, മുരുകൻ. സുന്ദരിയോട് അമ്മാവൻ മുരുകൻ മാമ. മുരുകനോ? അതിലും സന്തോഷமான இன்னொரு விஷயம் இருக்கு மேடம். അത് കേട്ടാ മാഡത്തിന് സാറിന്റെ മനസ്സ് കുടുകൂടാനായിടും. അതിനാദ്യം എന്താ കാര്യം പറ. കുടുകൂടാന്നാകണോ വേണ്ടിയൊന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അന്റെ കളക്ടർ സുന്ദരി അവളുടെ അമ്മാവനാണെന്ന് പോലും നോക്കാതെ മുരുകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മുരുകനോ ഇതിന്റെ പിന്നിലെങ്കിൽ സുന്ദരി നടത്തിയ ഈ അറസ്റ്റ് വെറും നാടകം. അതിലൊരു സംശയവും വേണ്ട. കൊള്ളാം, അതിബുദ്ധിമതിയാണ് സുന്ദരി. ആദ്യമേ തന്നെ മുരുകനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടങ്ങ് സേഫാക്കി. എത്രയൊക്കെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും മുരുകനെ ഞാൻ വെറുതെ വിടില്ല. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ക്രിസ്റ്റി ചെയ്തെടുത്തോളൊക്കെ മതി. എന്നെ കാണാതായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാൻ ക്രിസ്റ്റിക്ക് ആയില്ല. എന്റെ രക്ഷ എനിക്ക് സ്വയം കണ്ടെത്തേണ്ടി വന്നു. അപ്പോഴാ മുരുകനെ തീർക്കാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത്. തൽക്കാലം സ്വന്തം പണി നോക്കി ക്രിസ്റ്റി ഇവിടെ തന്നെ ഇരുന്നാ മതി. മുരുകനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സുന്ദരിയെ കാണാനെന്നും പറഞ്ഞു വന്നിട്ട് നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നത്? സുന്ദരിയെ കണ്ടില്ലേ മോളെ നീ? എന്താ ലേതേ ഇത്? കരയാതിരിക്ക നീ. സുന്ദരി നേരിട്ട് വന്ന എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. ഇനി സുന്ദരിയോട് പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ അമ്മ? നോക്കില്ലതേ, ഒരു കാര്യമില്ലാതെ സുന്ദരി അങ്ങനെ ഒന്നും ചെയ്യില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും. നീ സമാധാനപ്പെട്, മുരുകൻ തിരിച്ചു വരും. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ മുരുകനെ ഇതിന്റെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കോളും. ഇപ്പോഴോ കരയാനും ആദ്യ പിടിച്ച് നടക്കാനും നീ മാത്രമല്ലേ ഉള്ളൂ.
ഒരു കാര്യം നിനക്ക് വിശ്വസിക്കാം, മുരുകമ്മാമയ്ക്ക് ദോഷം വരുന്നൊന്നും എന്റെ സുന്ദരി ചെയ്യില്ല. മുരുകൻ ഒരു കൊലപാതകം ചെയ്യില്ലെന്ന് എന്റെ സുന്ദരിക്ക് നന്നായിട്ടറിയാം. പക്ഷെ സത്യം എല്ലാരെയും ബോധ്യപ്പെടുത്തി സുന്ദരി തന്നെ മുരുകനെ തിരിച്ചു കൊണ്ടുവരും. ആ, ലത നിന്നെ ഒന്ന് കാണാനായിട്ട് വന്നതാ. എന്നിട്ടെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? മുറിയിലേക്ക് വരാറുന്നില്ലേ? നീ നേരിട്ട് ചെന്ന് മുരുകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നിന്നോട് തന്നെ പരാതി പറയുന്നത് എങ്ങനെയാണെന്നാ അവള് ചോദിക്കുന്നത്. നോക്ക്, മുരുകമാമയെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ട്. മുരുകമാമയ്ക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. വേണ്ട സുന്ദരി, ഇനി അത്തരം വർത്താനങ്ങളൊന്നും വേണ്ട. എന്നാലും എന്നെ കൊണ്ട് തന്നെ നിന്റെ മുരുകമാമയുടെ കയ്യിൽ നിന്ന് സത്യങ്ങൾ ചെകഞ്ഞടിപ്പിച്ചിട്ട് അതിന്റെ പേരിൽ ആ പാവത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ? അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. ലതമാമി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിയമത്തിന് മുന്നിൽ മുരുകമാമ ഒരു തെറ്റുകാരനാണിപ്പോ. മുരുകമാമ പിടിച്ചോണ്ട് പോയവരിൽ ഒരു പെൺകുട്ടിയാണിപ്പോ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം മുരുകമാമയുടെ പേരിലുള്ളപ്പോ നിയമപരമായ നടപടികൾ ഞാൻ എടുക്കാൻ പാടില്ലെന്നാണോ പറയുന്നത്? നിനക്ക് നിയമത്തിന്റെ കാര്യങ്ങൾ പറയാം, പക്ഷേ ഇവളുടെ ഭർത്താവിനെയാ നീ ജയിലിലിട്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുരുകമാമ ആരെയും കൊന്നിട്ടില്ലെന്നും എനിക്കറിയാം. പിന്നെ മുരുകമാമ ചെയ്ത തെറ്റ് ഡയാനെ ആ പെൺകുട്ടിയും പിടിച്ചോണ്ടുപോയി. ആ തെറ്റ് ചെയ്തത് പോലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആയിരിക്കാം. പക്ഷെ ആരോപണം മുരുകമാമയുടെ പേരിലേക്ക് വരുമ്പോ ഞാൻ ഒരു നടപടി എടുക്കാതിരുന്ന പോലീസ് ഉറപ്പായി മുരുകമാമയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എനിക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാ ഞാനായിട്ട് തന്നെ മുരുകമാമയെ അറസ്റ്റ് ചെയ്തതും എന്റെ കൺട്രോളിൽ വെച്ചതും. ഞാൻ വെറും വാക്ക് പറയില്ല. മുരുകമാമ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ഒട്ടും വൈകാതെ ഞാൻ ആ കൊലപാതകയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. മനഃപൂർവ്വം മുരുകമാമയെ അറസ്റ്റ് ചെയ്തതല്ല ഞാൻ. മുരുകമാമയെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. മുരുകമാമ എന്റെ മാമനാ. എനിക്ക് മുരുകമാമയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. എന്നെ ഒന്ന് വിശ്വസിക്കാൻ. ഇപ്പൊ സുന്ദരി പറയുന്ന കേൾക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ എനിക്ക്. എന്റെ ഏട്ടന് ഒരു പ്രശ്നവും വരാതെ നോക്കണേ സുന്ദരി. നീ ധൈര്യമായിട്ടിരിക്കില്ലതേ. നീ ഇങ്ങോട്ട് വന്നേ, വല്ലതും കഴിക്കും. ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെ ഇരുന്നിട്ട് വല്ലതും വരുത്തി വെക്കണ്ട. എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അച്ഛമ്മയുടെ കൂടെ ചെന്ന് വല്ലതും കഴിക്ക. വാ ലതേ, ഇങ്ങോട്ട് വാ. വരാൻ സൂപ്പർ. സ്വന്തം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം അമ്മാവനെ തന്നെ തൂക്കിയങ്ങ് ജയിലിലിട്ടുമല്ലേ? ഗ്രേറ്റ് ലേഡി. സത്യം പറയാലോ, ഇതുപോലൊരു കളക്ടറെയാ ഇപ്പം നമ്മുടെ നാടിന് ആവശ്യം.